ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനമായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളിൽ ഞാനും ഉൾപ്പെടും. ധാരാളം സുഹൃത്തുക്കളുള്ള വലയമുള്ള ഒരു വ്യക്തിയാണ് കഴിഞ്ഞ ആഴ്ച ജന്മദിനം ആഘോഷിക്കപ്പെട്ടത്. അയാൾ ആഘോഷിച്ച ആ ഒരു ചിത്രവും മൊബൈലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ട് അയാളുടെ കൂടെ വർക്ക് ചെയ്ത ധാരാളം സഹപ്രവർത്തകർ, കൂട്ടുകാർ, ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ ജന്മദിനാശംസകൾ പല മോഡിലും അയച്ചിരുന്നു. അങ്ങനെ കുറേ മെസ്സേജ് അയാൾക്ക് കിട്ടി. ഈ വാട്സാപ്പ് എല്ലാവരും നോക്കണമെന്നില്ലല്ലോ. നോക്കാത്തവർ എത്രയോ പേരുണ്ട്. ആഴ്ചയിലൊരിക്കൽ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യം നോക്കുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ നോട്ടിഫിക്കേഷൻസ് ബെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നോക്കുക ആരാഴ്ച, അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ദിവസവും നോക്കുന്ന അല്ലെങ്കിൽ ആഴ്ച ഒരിക്കൽ നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ അത് ഓർമ്മിച്ചില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ ലേറ്റാകുകയാണെങ്കിൽ, അയാളുടെ ബർത്ത്ഡേ നമ്മൾ അറിയാൻ ലേറ്റാകുകയാണെങ്കിൽ, നമ്മൾ ചിലപ്പോൾ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് നമ്മൾ ചിലപ്പോൾ അയക്കാറുണ്ട്. ചിലപ്പോൾ 2 or 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് അയക്കുക. പക്ഷെ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു മറുപടി അയച്ചത് എൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എന്നെ വിഷ് ചെയ്ത, ആദരിച്ച താഴെ പറയുന്ന വ്യക്തികൾക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതായത് അയാൾ നോക്കിയത് അതിനകത്ത് ആരെല്ലാം ബെസ്റ്റ് വിഷസ് അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ അയച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ പേരെടുത്ത് നീറ്റായിട്ട് വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഇവർക്കെല്ലാം, അതായത് ഇവർക്ക് മാത്രം ഈ സ്നേഹത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറുപടി ഇട്ടിരുന്നു. ഇതിട്ട് കഴിഞ്ഞ് പിന്നെയും നോക്കിയപ്പോൾ കാണാം, പിന്നെയും കുറേ പേര്, അപ്പോഴാണല്ലോ ഞാൻ പറഞ്ഞ ആഴ്ചയിലൊരിക്കൽ ദിവസത്തിലൊരിക്കൽ നോക്കുന്ന ഒരു വ്യക്തികൾ, അവർ കുറേ കണ്ടിട്ട് ഈ വ്യക്തിക്ക് ബർത്ത്ഡേ വിഷസ് അയക്കുകയുണ്ടായി. പക്ഷെ നേരത്തെ അയാൾ കൊടുത്തു കഴിഞ്ഞു. ഈ അയച്ചവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തു. ഇനി അയക്കുന്നവന് നന്ദിയില്ല എന്ന ഒരർത്ഥവും കൂടെ അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അതിനുശേഷം വാട്സാപ്പിൽ ഞാൻ നോക്കിയപ്പോൾ ഒരു 10-16 പേര് ബിലേറ്റഡ് വിഷസ്, ഹാർട്ടി വിഷസ്, ബർത്ത്ഡേ വിഷസ് എന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്കാർക്കും തന്നെ തിരിച്ചു മറുപടി ഈ ദിവസം വരെ അയച്ചിട്ടില്ല. മനുഷ്യൻ്റെ ആ മനസ്സ് ഒന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് അയച്ച എല്ലാവർക്കും, അയക്കാത്തവർക്കും എൻ്റെ നന്ദി, എന്നെ ഓർത്തതിൽ എന്ന് പറയാമായിരുന്നു. അതിനു പകരം ഈ അയച്ച വ്യക്തികൾക്ക് മാത്രം എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തുമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചു. എനിക്കുത്തരവൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ചോ, ഒക്കെ ശരിയാണോ?